എല്ലാവർക്കും വേണ്ടി ഹാർദമായി സ്വാഗതം ചെയ്യും. വേദിയിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കളെ, സഖാക്കളെ, സഹോദരി സഹോദരന്മാരെ, തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, 2021 തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കേരളത്തിൻ്റെ ചരിത്രം തിരുത്തിയ ഒരു വിധിയാണ് രേഖപ്പെടുത്തിയത്. അത് അതേവരെയുള്ള അവസ്ഥ നിലവിലുള്ള ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന മുന്നണി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുക, പ്രതിപക്ഷത്തുള്ള മുന്നണി അധികാരത്തിലേറുക എന്തായിരുന്നു. ആ പതിവാണ്, ആ ചരിത്രമാണ് ജനങ്ങൾ തിരുത്തിയത്. അതിനുള്ള കാരണങ്ങളുണ്ട്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ജനങ്ങൾ പരിശോധിക്കുകയും വിലയിരുത്തുകയും ചെയ്യുക ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെടുത്ത തീരുമാനം ശരിയായോ എന്നതാണ്. അത്തരമൊരു വിലയിരുത്തലിലേക്ക് കടന്നാൽ നമ്മുടെ നാടിനെ ഈ 5 വർഷക്കാലം എന്താണ് ഉണ്ടായത് എന്നതിനെക്കുറിച്ച് അനുഭവിച്ചറിഞ്ഞ, അതിൻ്റെ കൂടെ സഞ്ചരിച്ച ജനങ്ങൾക്ക് ഒരു സംശയവുമില്ലാതെ തങ്ങളുടെ വിലയിരുത്തലിലേക്ക് പോകാൻ കഴിയും. എന്നാൽ അതിനു മുൻപ് 2021 ഇത്തരമൊരു വിധി രേഖപ്പെടുത്താനിടയായ സാഹചര്യം നമ്മൾ മറക്കാതിരിക്കണം. അതായത് 2016 കേരളവും 2021 കേരളവും വേണമെങ്കിൽ 2016 കേരളവും 2026 കേരളവും ഈ ഒരു പതിറ്റാണ്ട് കൊണ്ട് എന്താണ് കേരളത്തിൽ സംഭവിച്ചത് എന്നതിൻ്റെ വിലയിരുത്തലിലേക്കും പോകാവുന്നതാണ്. കാരണം ഈ പതിറ്റാണ്ടിലുണ്ടായ എല്ലാ കാര്യങ്ങളുടെയും കൂടെ സഞ്ചരിച്ചവരാണ് കേരളത്തിലെ ജനങ്ങൾ. കേരളമുണ്ടാക്കിയ നേട്ടങ്ങൾക്ക് പിന്തുണ നൽകിയവരും അതുമായി സഹകരിച്ചവരുമാണ് കേരളത്തിലെ ജനങ്ങൾ. 2016 കേരളം എല്ലാവരും വേദനിച്ചൊരു കേരളമായിരുന്നു. കാരണം നാട് തകരുന്നു. ചില രംഗത്ത് തകർച്ചയുടെ പാരമ്യത, ചില മേഖല ഇനി ആർക്കും രക്ഷിക്കാൻ കഴിയില്ല എന്ന ബോധ്യം.
എൻ്റെ നാട് ഇങ്ങനെയായിപ്പോയി, ഇതിനി മാറ്റമുണ്ടാകില്ല എന്ന് എല്ലാവരും പരിതപിച്ച കാര്യം. അതാണ് 2016. ഇതെങ്ങനെ സംഭവിച്ചു? നമ്മുടെ സംസ്ഥാനത്ത് 2011 മുതൽ 2016 വരെ അധികാരത്തിലുണ്ടായിരുന്ന UDF ഗവൺമെൻറ് നാടിനെയും ജനങ്ങളെയും മറക്കുകയും കൈയൊഴിയുകയും ചെയ്തതിൻ്റെ ഭാഗമായാണ് ഇത്തരമൊരു ദുരവസ്ഥ സംഭവിച്ചത്. എന്താണ് ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രാഥമിക ധർമ്മം? അത് നിറവേറ്റാതിരുന്ന സർക്കാരായി ആ സർക്കാർ മാറി. അതുകൊണ്ട് തന്നെ നാടിൻ്റെ വികസന കാര്യങ്ങൾ ഒന്നുപോലും നടപ്പാക്കപ്പെട്ടില്ല. പുതിയ പദ്ധതികൾ ഒന്നും ഏറ്റെടുക്കാൻ തയ്യാറായില്ല. എല്ലാ മേഖലയും തകരുന്ന അവസ്ഥയുണ്ടായി. ഇവിടെയാണ് മാറ്റം സംഭവിച്ചിരിക്കുന്നത്. ആ മാറ്റം എല്ലാവരും കാണുകയുള്ളതാണ്. വളരെ വിശദമായ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. പക്ഷേ നമ്മളിവിടെ നടപ്പാകില്ല എന്ന് എല്ലാവരും കണക്കാക്കിയ ഒന്നായിരുന്നു നമ്മുടെ നാഷണൽ പദ്ധതി. നമ്മുടെ റോഡിൻ്റെ അന്നത്തെ അവസ്ഥ എന്നാലോചിച്ച് നോക്കി. ഇടുങ്ങിയ റോഡ്, സഞ്ചരിക്കാൻ പറ്റാത്ത റോഡ്, ഒരു ദിവസം പുറപ്പെട്ടാൽ മറ്റൊരിടത്ത് എത്താൻ വലിയ വിഷമം. അങ്ങനെയെല്ലാമുള്ള യാത്രയ്ക്ക് ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു നാട്. എല്ലാ നാട്ടിലും എല്ലാ സംസ്ഥാനത്തും നാഷണൽ ഹൈവേ വികസിക്കുന്നു. നമ്മുടെ കേരളത്തിൽ അതിൻ്റെ പ്രാഥമികമായ കാര്യം പോലും നടന്നില്ല. മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്ത് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാതിരുന്നു. ഇതായിരുന്നു നമ്മുടെ അനുഭവം. എന്നാൽ ഇപ്പോഴോ LDF സർക്കാർ 2016 അധികാരത്തിൽ വന്നപ്പോൾ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തി. അവിടെയാണ് ഒരു സർക്കാർ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്ന പ്രശ്നം വരുന്നത്. സർക്കാർ എപ്പോഴും നാടിൻ്റെ ഭാവിയോടൊപ്പമാണ് നിൽക്കേണ്ടത്. നാടിൻ്റെ ഭാവിക്കുതകുന്ന പദ്ധതികൾ നടപ്പാക്കാനാണ് ശ്രമിക്കേണ്ടത്. അത്തരം പദ്ധതികളെ എതിർക്കുന്നവരോടൊപ്പം നിന്ന് ആ പദ്ധതികൾക്ക് തടസ്സം സൃഷ്ടിക്കലല്ല ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്വം. ഇതാണ് LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഈ പദ്ധതികൾക്കെല്ലാം ജീവൻ വെക്കാൻ കാരണം. അതിൻ്റെ ഭാഗമായി തടസ്സങ്ങൾ ഉന്നയിച്ചവരോട് പദ്ധതിയുടെ പ്രാധാന്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. സർക്കാർ എന്ന നിലക്ക് പദ്ധതി നടപ്പാക്കാൻ ആവശ്യമായ മുൻകൈയും മറ്റു നടപടികളും സ്വീകരിച്ചു. അതിൻ്റെ ഫലം കേരളത്തിലെ നല്ല നിലയിൽ നാഷണൽ ഹൈവേ പ്രവർത്തനം പുരോഗമിക്കുന്നു. ചില ഭാഗങ്ങൾ പൂർത്തിയാക്കപ്പെട്ടു. അതിൻ്റെ ഉദ്ഘാടനം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിൻ്റെ തൊട്ട് 2 ദിവസം മുൻപ് ഇവിടെ പ്രധാനമന്ത്രി വന്ന കൂട്ടത്തിൽ നിർവഹിക്കുകയുമുണ്ടായി. മറ്റു ഭാഗങ്ങൾ